ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇഡിയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വമ്പൻ തട്ടിപ്പാണ്, കോടികളുടെ തട്ടിപ്പാണ് നടന്നതെന്നാണ് ഇതിനകം തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ക്രിപ്റ്റോ കറൻസി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. കെ പി, നമ്മളിപ്പോൾ ഈ മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട വലിയൊരു തട്ടിപ്പ്, ആദ്യം പുറത്തു വന്ന തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു. സമാനമായ നിരവധി തട്ടിപ്പുകളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു പിന്നീടും അതിനു മുമ്പും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അതിൽ കൂടുതലും മണി ചെയിൻ മാതൃകയിലുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മാതൃകയിലുള്ള തട്ടിപ്പുകളായിരുന്നു. നിരവധി ആളുകളാണ് പല ഘട്ടങ്ങളിലും ഇതിന്റെ കണ്ണി ചേർന്നുകൊണ്ട് കൂടുതൽ ആളുകളെ ഈ ഒരു കബളിപ്പിക്കലിന്റെ ഭാഗമാക്കി മാറ്റുകയും അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് തങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ MLM പ്രവർത്തനങ്ങളുടെ ഭാഗമായി. അത്തരത്തിൽ പുറത്തു വന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പ് തന്നെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ്. ആ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പിൽ ആദ്യം ഈ നിക്ഷേപകരുടെ പണം നഷ്ടപ്പെട്ടതിലേക്കായിരുന്നു അന്വേഷണം ഉണ്ടായിരുന്നത്. കേസ് പോലീസും ക്രൈംബ്രാഞ്ചും എല്ലാം അന്വേഷിച്ചതും പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇപ്പോഴത്തെ അന്വേഷണം നടക്കുന്നതെല്ലാം ആ ഒരു ഘട്ടത്തിലായിരുന്നു എങ്കിൽ അതിൽ നിന്ന് മാറി ഉടമകൾ നടത്തിയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിലേക്ക് കൂടി അന്വേഷണം ഇപ്പോൾ നീളുകയാണ്. കാരണം വിദേശത്തടക്കം നേരത്തെ ഇവർ വിവിധ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അതെല്ലാം ഹൈറിച്ചിന്റെ പേരിലും അനുബന്ധ സ്ഥാപനങ്ങളുടെ പേരിലും എല്ലാം തന്നെ ദുബായിൽ കമ്പനി ഉള്ളതിന്റെ വിവരങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അത്തരം കമ്പനികളുടെ ഇടപാടുകളിലൂടെയായിരുന്നു ഒരു ഭാഗത്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരുന്നത് എങ്കിൽ ക്രിപ്റ്റോ കറൻസി ഇടപാടിലൂടെ വലിയ തുക വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു തട്ടിപ്പ്, അതായത് 15% പലിശയും 500% വാർഷിക ലാഭവും ഒരു പക്ഷേ കണ്ണഞ്ചിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ എന്ന് തന്നെ പറയാവുന്ന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഭാഗമാക്കി ആളുകളെ മാറ്റിയിരുന്നത്. എന്നാൽ തീർത്തും നിയമവിരുദ്ധമായിട്ടായിരുന്നു ഈ ക്രിപ്റ്റോ കറൻസികൾ ഇവർ നടത്തുകയും ചെയ്തത്. HR ക്രിപ്റ്റോ എന്ന പേരിലായിരുന്നു ഈ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ. പ്രത്യേകമായി തന്നെ ഹൈറിച്ചിന്റെ MD പ്രതാപനാണെങ്കിലും അതിന്റെ CEO ആയിട്ടുള്ള പ്രതാപന്റെ ഭാര്യ ശ്രീനയും എല്ലാം തന്നെ നടത്തിയിരുന്നത് ഈ HR ക്രിപ്റ്റോ അല്ലെങ്കിൽ ഹൈറിച്ച് ക്രിപ്റ്റോയുടെ ഒരു ചുരുക്കപ്പേരാണ് ഈ HR ക്രിപ്റ്റോ എന്ന പേരിൽ നടത്തിയിരുന്നത്. സ്വാഭാവികമായും മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഭാഗമായി അല്ലെങ്കിൽ തങ്ങളുടെ ബിസിനസ് ഗ്രൂപ്പിന്റെ ഭാഗമായിക്കൊണ്ട് തങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് സാധനം വാങ്ങുന്നതിനുള്ള വൗച്ചറുകൾ വാങ്ങുന്ന ആളുകൾക്ക്, വലിയ തുകയുടെ വൗച്ചറുകൾ വാങ്ങുന്ന ആളുകൾക്ക് അതിന്റെ തുകയ്ക്ക് തുല്യമായ പണവും ആ പലിശയ്ക്ക് അതിന് വലിയൊരു പലിശയും എല്ലാം തന്നെ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു അവർ മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ കൂടുതൽ ആളുകളെ ഈ ഒരു മണി ചെയിന്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടി, ഈ ഒരു ഓൺലൈൻ ഷോപ്പിയുടെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടി അവർക്ക് കഴിഞ്ഞു. ആ ഒരു വിശ്വാസം നിലനിൽക്കെ തന്നെയാണ് ഈ ക്രിപ്റ്റോ കറൻസിയിൽ കൂടി പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പണം പല മടങ്ങായി വർദ്ധിപ്പിച്ചു നൽകാമെന്നൊരു വാഗ്ദാനം പ്രതികൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനം എന്തെല്ലാമാണ് ഹൈറിച്ച് നടത്തിയത് എന്നത് കൂടി തന്നെയാണ്. ഈ ഫെമാ ലംഘനം സംബന്ധിച്ച് തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. നിക്ഷേപകരുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പരാതികളിലേക്ക് മുന്നോട്ട് വന്നിരുന്നില്ല. പ്രത്യേകിച്ച് 50 ലക്ഷത്തിലധികം രൂപയുടെ നിക്ഷേപങ്ങൾ നടത്തിയ നിരവധി ആളുകളുണ്ട്. സ്വാഭാവികമായും അവർക്ക് പണം നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ അത് പരാതി നൽകിയാൽ തങ്ങളുടെ പണം എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ ആ പണത്തിന്റെ സ്രോതസ് ബോധ്യപ്പെടുത്തേണ്ടി വരും എന്നതുകൊണ്ട് തന്നെയായിരുന്നു അവരിൽ പലരും പരാതിയുമായി മുന്നോട്ട് വരാണ്ടിരുന്നത്. അത്തരത്തിൽ ആളുകൾ കാര്യമായി മുന്നോട്ട് വരാത്തത് അന്വേഷണ സംഘത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഏതെല്ലാം തരത്തിലാണ് തട്ടിപ്പുകൾ നടന്നത് എന്ന് കണ്ടെത്തുന്നതിനും എല്ലാം തന്നെ ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല തുടക്കത്തിൽ ഈ ഉടമകളായ പ്രതാപനും ശ്രീനിയും എല്ലാം ഒളിവിൽ കഴിയുകയും ചെയ്തു. എന്നാൽ ക്രിപ്റ്റോ കറൻസി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയിട്ടുള്ള നിരവധി സാമ്പത്തിക ഇടപാടുകളുടെ കോടികളുടെ ഇടപാടുകളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശ നാണ്യവിനിമയ ചട്ട ലംഘന നിയമപ്രകാരം തന്നെ അതിന്റെ ഭാഗമായുള്ള അന്വേഷണം നടത്തുന്നത്. എത്ര പേരിൽ നിന്ന് ഈ ക്രിപ്റ്റോ കറൻസിയുടെ ിലൂടെ പണം സ്വരൂപിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, അതിന്റെ വ്യാപ്തി എത്രമാത്രമാണ്, അത് എങ്ങനെയെല്ലാമാണ് അതിന്റെ ലാഭവിഹിതം ഇവരിലേക്ക് എത്തിയിരുന്നത് എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. പൂർണ്ണമായും തന്നെ എല്ലാം നിയമവിരുദ്ധമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങൾക്കും മറ്റു രാജ്യത്ത് നിലവിലുള്ള എല്ലാ തരത്തിലുള്ള നിയമങ്ങൾക്കും എല്ലാം എതിരായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക തിരിമറികൾ തന്നെയായിരുന്നു, അത്തരത്തിൽ തന്നെയായിരുന്നു ഇവർ നടത്തിക്കൊണ്ട് പോയിരുന്നത് എന്നതുകൊണ്ട് തന്നെ വിശദമായി ക്രിപ്റ്റോ കറൻസിയിൽ കൂടി ഇടപാട് നടത്തേണ്ടതുണ്ട്. മാത്രമല്ല ഇതിന്റെ തലപ്പത്ത് ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ലീഡേഴ്സ് എന്ന് അറിയപ്പെടുന്ന ആളുകളാണ്. സാധാരണ നിലയിൽ ഏറ്റവും താഴെ നിന്നുകൊണ്ട് ചേരുന്ന ആളുകൾക്കപ്പുറം കൂടുതൽ ആളുകളെ ചേർത്തുകൊണ്ട് മുകൾ നിലയിൽ
നിലയിലേക്ക്, ഈ ഒരു മണി ചെയിൻ മാതൃകയുടെ മുകൾ നിലയിലേക്ക് എത്തിയിരുന്ന ആളുകൾ എന്ന് പറയുന്നത് ലീഡേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ടീം ലീഡേഴ്സ് എന്ന പേരിലായിരുന്നു. അവരാണ് പലപ്പോഴും നിരവധി ആളുകളിൽ നിന്ന് വലിയ തുക നിക്ഷേപമായി ഹൈറിച്ചിന് കൈമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടീം ലീഡേഴ്സിനെ കേന്ദ്രീകരിച്ചുകൂടി ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ടീം ലീഡേഴ്സിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു, അവരെ ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല ചിലർ നൽകിയ മൊഴി എന്ന് പറയുന്നത് 1 കോടി രൂപ നിക്ഷേപിച്ച്, ആദ്യം ആളുകളെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി 1 കോടി രൂപ നിക്ഷേപിച്ചതിന് ശേഷം അത് പല മടങ്ങായി 5 കോടി വരെയായി തിരിച്ചു കൊടുത്ത സംഭവങ്ങളുണ്ട്. അത്തരത്തിൽ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തുടക്കത്തിൽ ഇത്ര വലിയ ലാഭമാണ് എന്ന് വായ്മൊഴിയായി പറഞ്ഞ് പരത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഹൈറിച്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ നിക്ഷേപങ്ങൾ പിന്നീട് തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു. ഈ 1 കോടി രൂപ അതിന്റെ 5 മടങ്ങായി വർദ്ധിക്കുന്നത് പോലെ തങ്ങളുടെ പണവും വർദ്ധിക്കുമെന്ന വിശ്വാസത്തിൽ പണം നിക്ഷേപിച്ച നിരവധി ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇതിന്റെ ലീഡേഴ്സിലൂടെ ലഭിക്കുമെന്ന് കരുതുകയും ചെയ്യുന്നു. KP, ഏതായാലും കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ സാമ്പത്തിക തട്ടിപ്പിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരനാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.